നമസ്കാരം. കെവിൻ കേസിൽ വിചാരണ തുടങ്ങിയെങ്കിലും പ്രതികളെ തിരിച്ചറിയാനാവാതെ സാക്ഷി. 7 പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും 5-ാം പ്രതി ചാക്കോ ഉൾപ്പെടെ 3 പേരെ സാക്ഷി അനീഷ് തിരിച്ചറിഞ്ഞില്ല. പ്രതികളെല്ലാം ഒരുപോലെ വെള്ള വസ്ത്രം ധരിച്ചാണ് വിചാരണയ്ക്കെത്തിയത്. പ്രതികൾ രൂപമാറ്റം വരുത്തിയതിനാലാണ് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് അനീഷ് കോടതിയിൽ മൊഴി നൽകിയിരുന്നു. നീനുവിന്റെ അച്ഛൻ ചാക്കോ, സഹോദരൻ സാനു ചാക്കോ എന്നിവർ ഉൾപ്പെടെ 14 പേരാണ് കേസിലെ പ്രതികൾ. ദലിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കെവിൻ നീനുവിനെ വിവാഹം ചെയ്തതിലുള്ള നീനുവിന്റെ ബന്ധുക്കളുടെ ദുരഭിമാനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രം. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ജൂൺ 6 വരെ തുടർച്ചയായി വിചാരണ നടത്താനാണ് കോടതിയുടെ തീരുമാനം. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മുഖ്യസാക്ഷി അനീഷിന്റെ വിസ്താരമാണ് ആദ്യ ദിവസം നടന്നത്. മുഖ്യപ്രതി ഷാനു ചാക്കോ ഉൾപ്പെടെ 7 പ്രതികളെ സാക്ഷി തിരിച്ചറിഞ്ഞു. കെവിൻ വധക്കേസ് ദുരഭിമാന കൊലയായി പരിഗണിച്ച വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. കഴിഞ്ഞ മെയ് 27-നായിരുന്നു കോട്ടയം മാനാനത്തെ ബന്ധുവീട്ടിൽ നിന്ന് കെവിനെ ഭാര്യ നീനുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആക്രമി സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസത്തിന് ശേഷം തെന്മല ചാലിയക്കരയിലെ പുഴയിൽ നിന്നാണ് കെവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തെന്മലയ്ക്ക് സമീപം ചാലിയക്കരയിൽ വെച്ച് കെവിൻ രക്ഷപ്പെട്ടു എന്നായിരുന്നു പ്രതികൾ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ കെവിൻ രക്ഷപ്പെട്ട സ്ഥലത്തിന് സമീപത്തായി ചാലിയക്കര പുഴയുണ്ടെന്ന കാര്യം അക്രമി സംഘത്തിന് അറിയാമായിരുന്നെന്നും മർദ്ദനങ്ങൾക്കൊടുവിൽ അവശനായ കെവിനെ പുഴയിൽ വീഴ്ത്തി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അക്രമി സംഘം പിന്തുടർന്നുവെന്നും അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഷാനുവിന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിക്കൊണ്ടുപോകലും ആക്രമവുമെങ്കിൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ നീനുവിന്റെ അച്ഛൻ ചാക്കോയാണെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഷാനുവാണ് കേസിൽ 1-ാം പ്രതി. ചാക്കോ 5-ാം പ്രതിയാണ്. നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, തട്ടിക്കൊണ്ടുപോയി വിലപേശൽ, സംഘം ചേർന്നുള്ള ആക്രമണം, ഗൂഢാലോചന, ഭവനഭേദനം എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അന്വേഷണ സംഘം 87 ദിവസം കൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു. കെവിനെ കാണാതായതായി ഭാര്യ നീനു നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതെ വൈകിപ്പിച്ച ഗാന്ധിനഗർ SI MS ഷിബു അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം തുടരുകയാണ്. നീനു ഇപ്പോൾ കെവിന്റെ കുടുംബത്തോടൊപ്പമാണ് താമസം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.